ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നൊരു വ്യത്യസ്തമായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റും കൊണ്ടായിട്ട് ഞാൻ വന്നിട്ടുള്ളത്. വളരെ പെട്ടെന്ന് 5 മിനിറ്റിൽ തന്നെ പറയാം, 5 മിനിറ്റിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരിക്കലും ഉണ്ടാക്കി പിന്നെ വീണ്ടും വീണ്ടും ഉണ്ടാക്കി കഴിക്കുക. അത്രയും ടേസ്റ്റാണ്, നല്ല സോഫ്റ്റാണ് കേട്ടോ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക. ഫീഡ്ബാക്ക് ആയിട്ട് കമൻറ്റ് ഇടുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് എങ്ങനെയൊക്കെയാണ് വേണ്ടത്, എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. നമുക്ക് കട്ട് ചെയ്തപ്പോൾ എന്ത് സോഫ്റ്റാണ് നമുക്ക് കഴിക്കാൻ. അതുപോലെ തന്നെ സോഫ്റ്റാണ്. എന്തൊക്കെ വേണ്ടത് വെച്ചാൽ 3 മുട്ട, 2 നേന്ത്രപ്പഴം, നെയ്യ്, മുട്ട 3 മുട്ടയും പഞ്ചസാരയും നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക കേട്ടോ. മിക്സിയുടെ ജാറിൽ വേണമെങ്കിലും ചെയ്യാം. ഫോർക്ക് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുക. ഇതിലേക്ക് ഒരു ഗ്ലാസ് പാല് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഒരു കുറച്ചും കൂടെ ഒരു കട്ടിയൊക്കെ വരും. ഇത് കണ്ടില്ലേ, ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക. പഴം ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് കോൺഫ്ലവർ പൊടിയല്ല കേട്ടോ, ഇത് നമ്മുടെ ഇതുണ്ടല്ലോ വാനില എസൻസിൻ്റെ പൗഡർ കേട്ടോ. അവൽ മിൽക്കൊക്കെ ചേർക്കുന്ന വാനില എസൻസിൻ്റെ പൗഡർ. ഇത് കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. അത് 2 സ്പൂൺ ചേർത്ത് കൊടുക്കുക. നല്ലൊരു സ്മെല്ല് വരാൻ വേണ്ടിയിട്ടാണ്. ഇനി പഴം കട്ട് ചെയ്തെടുത്തു. ഇനി ഒരു പാനിൽ ചൂടായി വരുമ്പോൾ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. ഇതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത ബാദാം ചേർത്ത് കൊടുക്കുക. വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ ചെറിയ തേങ്ങ ചേർത്ത് കൊടുക്കണം. അതൊക്കെ നമുക്ക് ടേസ്റ്റിനനുസരിച്ച് കൂട്ടും കുറക്കൊക്കെ ചെയ്യാം. കൂടുതൽ ഇടുന്നു ഇതിനനുസരിച്ച് അതിൻ്റെ ടേസ്റ്റും കൂടും. ഈ തേങ്ങ ഇട്ട് ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച നേന്ത്രപ്പഴം ഈ തേങ്ങാംശത്തിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ വഴണ്ട് വരുന്നത് വരെ, ഒരു സോഫ്റ്റ് ആവുന്നത് വരെ നന്നായിട്ട് ഇളക്കിയെടുക്കാം കേട്ടോ. ഇതിപ്പോൾ തേങ്ങ മൂത്ത് വന്നു. നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. നെയ്യിൽ വറുത്ത് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് നമ്മളെ നേന്ത്രപ്പഴം കട്ട് ചെയ്ത് വെച്ചത് ചേർത്തെടുക്കാം. ഇതും കൂടി ചേർത്ത് നന്നായിട്ട് അഴിച്ചെടുക്കാം കേട്ടോ. സ്റ്റിക്ക് പാനാണ് ഇതൊക്കെ ഉണ്ടാക്കാൻ ഏറ്റവും നല്ലത്. ഇതാകുമ്പോൾ അടിക്ക് പിടിക്കില്ല, നല്ല വൃത്തിക്ക് നമുക്ക് കിട്ടുകയും ചെയ്യും കേട്ടോ. ഇപ്പോൾ ഈ പഴം നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മുട്ടയും പാലും പഞ്ചസാരയും ഉപ്പും ഒക്കെ ചേർത്ത് വാനില പൗഡറൊക്കെ ചേർത്ത് മിക്സ് ചെയ്ത് വെച്ച മിശ്രിതം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഇനി ഒന്ന് നല്ലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗത്തേക്കും ഈ ബാറ്റർ മിക്സ് ചെയ്യുന്നത് വിധത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ചെറിയ തീയാക്കി വെക്കുക കേട്ടോ ഈ സമയത്തൊക്കെ. അപ്പോൾ ഇത് നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് 5 മിനിറ്റ് നമ്മൾ അടച്ച് വെക്കുക. ഇത് കൊണ്ടുകൊണ്ട് എന്ത് വരുമ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിൽ വേറൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് കണക്ട് ചെയ്യും. അപ്പോൾ നമ്മൾ ഇതിനൊക്കെ യൂസ് ചെയ്യാം. പൊടി വെച്ചിട്ട് നമ്മൾ വേവിക്കുക. ഉണ്ടല്ലോ, എന്താ ടേസ്റ്റ് നോക്കുമ്പോൾ ഒരു കുന്തമാണെന്നറിയാം.